സർക്കാർ ടൗൺഷിപ്പുമായി വയനാട്ടിലെ സർക്കാർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ഭയങ്കര കമ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കുക. കമ്പയർ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ലീഗുകാരാണ്. ലീഗുകാർ വളരെ എല്ലാവർക്കും മെസ്സേജ്, എനിക്കൊക്കെ തലക്കും വിലങ്ങും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കമ്പയർ ചെയ്യുന്നത് ലീഗിന്റെ വീട് അങ്ങനെയാണ്, ലീഗിന്റെ വീട് ഇങ്ങനെയാണ്, പിന്നെ ഗവൺമെന്റിന്റെ വീട് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതിന് ചെലവഴിച്ച പണം. പ്രിയപ്പെട്ട ലീഗുകാരാണ്, നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, സർക്കാർ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഏറ്റവും കൽപ്പറ്റ ടൗണില് ചേർന്നുള്ള സ്ഥലമാണ് സർക്കാർ ഈ വീടുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. 7 സെന്റ് സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 7 സെന്റ് സ്ഥലത്തിന് അവിടെ ഇപ്പൊ വില മതിക്കുന്നത് ചുരുങ്ങിയത് 7 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില എന്ന് പറയുന്നത്. നിങ്ങളത് 7000 രൂപയാണ് സെന്റിന് വില. നിങ്ങളത് 7000 രൂപയാണ് സെന്റിന് വില. സർക്കാർ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന് 7 ലക്ഷം രൂപയാണ്. ഈ 7 ലക്ഷം രൂപ പിന്നെ 7 സെന്റ് സ്ഥലം ഒരാളുടെ പേരിലാകുമ്പോൾ തന്നെ പിന്നെ 7 സെന്റിന് ഏകദേശം 10 പിന്നെ 35-14 എത്ര വരും? 49 ലക്ഷത്തോളം രൂപന്റെ ഉടമയായി, അരക്കോടി രൂപന്റെ ഉടമയായി മാറുകയാണ്. അരക്കോടി രൂപയുടെ ഒരാളായി കണ്ട് മാറുകയാണ് ഈ പിന്നെ ടൗൺഷിപ്പിൽ വീട് കിട്ടുന്ന ആള്. അതേപോലെയാണോ ലീഗിന്റെ വീട് കിട്ടുന്ന ആളുകൾ? പിന്നെ ലീഗിന്റെ വീട് ഞാൻ കണ്ടതാണ്, ഞാൻ പറയുന്നത്. ലീഗ് എവിടെയും സ്വതന്ത്രമായിട്ടൊരു വീടിന്റെ ചിത്രം പങ്കുവച്ചിട്ടില്ല. കണ്ട ചിത്രം എന്ന് പറയുന്നത് പാടി പോലെ കാണുന്നതാണ്. ഈ പിന്നെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ പാടി പോലെയാണ് ലീഗിന്റെ വീട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഗവൺമെന്റിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വതന്ത്രമായി ഉണ്ടാക്കിയതുപോലെ ഉള്ള ഒരു വീടാണ്. പിന്നെ ഇതിന്റെ പൈസന്റെ കണക്കൊക്കെ പെരുപ്പിച്ച് കാട്ടി, ഗവൺമെന്റ് പിരിച്ച പൈസന്റെ കണക്കൊക്കെ പെരുപ്പിച്ച് കാട്ടി, അത് ഊരാളുങ്കൽ വഴി CPM-ലേക്ക് വരുന്നൊക്കെ പറയും. ലീഗിന്റെ പൈസയാണ് പിന്നെ ലീഗിലൂടെ കുഞ്ഞാലിക്കുട്ടിന്റെ അളിയനിലൂടെ വീണ്ടും കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തിരിച്ചു വന്നത്. കാരണം 7000 രൂപയുടെ സ്ഥലം കുഞ്ഞാലിക്കുട്ടി ലീഗിന് വേണ്ടി എടുത്തത് ലക്ഷക്കണക്കിന് രൂപക്കാണ്. അപ്പൊ ആ പിന്നെ പൈസ ആരെ പോക്കറ്റിലേക്കാണ് തിരിച്ചു വന്നത് എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ലീഗിന്റെ വീടും പിന്നെ സർക്കാരിന്റെ വീടും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം 12 കിലോമീറ്റർ നല്ല പിന്നെ റബ്ബറൈസർ റോഡാണ് ഈ വീടുകളുടെ ചുറ്റുമുള്ളത്. പിന്നെ ഇത് സോളാർ സംവിധാനം, കറണ്ട് ബില്ലൊന്നും ഉണ്ടാവൂല പിന്നെ ഈ ചുരൽമലയിലെ ഈ ആളുകൾക്ക് കിട്ടിയ വീട്ടിൽ. കാരണം സോളാർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. 3 മാസത്തേക്ക് എല്ലാം ഫ്രീ ആണ്. കറണ്ട് ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, ഇതൊക്കെ ഫ്രീ ആണ്. പിന്നെ അത് മാത്രമല്ല, ലീഗിന്റെ വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് അതിൽ ഹോസ്പിറ്റൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? ബാലവാടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഓഡിറ്റോറിയം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഗ്രൗണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്നാൽ ഗവൺമെന്റിന്റെ ഈ ടൗൺഷിപ്പിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ലീഗിന്റെ വീടും ഗവൺമെന്റിന്റെ വീടും കമ്പയർ ചെയ്യുന്നത് ആനയും ഉറുമ്പിനെയും കമ്പയർ ചെയ്യുന്നത് പോലെയേക്കാരം. അപ്പൊ അത് നിങ്ങൾ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ആ മെസ്സേജ് പിന്നെ അയച്ചു തന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും പൊട്ടന്മാരാകും എന്നുള്ളത് കരുതരുത്. നമുക്ക് കാണാം, 25-ാം തീയതി വീടുകൾ ഉദ്ഘാടനം ചെയ്ത് അത് കിട്ടിയ ആളുകളും പിന്നെ ലീഗിന്റെ വീട് കിട്ടിയ ആളുകളും എന്താണ് അവരുടെ വ്യത്യാസം എന്നുള്ളത്. ഒരു കോൺഗ്രസിന് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസ് കൊടുക്കുന്ന വീട് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാളുകളുടെ അഭിപ്രായം നമ്മൾ കേൾക്കാനും സാധ്യതയില്ല.